ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽഎസ് നേച്ചർ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ചാക്കിൽ വെച്ചിരിക്കുന്ന ചേനയുണ്ടല്ലോ, അതിലിപ്പോൾ ഒരു ചേനയാണ് ഞാൻ നട്ടിട്ടുള്ളത്. അതിൽ നിന്നിപ്പോൾ 2-3 തണ്ടുകളായിട്ട് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു തണ്ട് മുറിച്ച് നമുക്ക് ചേനത്തണ്ടും ചെറുപയറും തോരൻ തയ്യാറാക്കാം. തോരൻ വെക്കാനായിട്ട് ഇലയും തണ്ടൊക്കെ തോരൻ വെക്കാം. പക്ഷെ ഞാൻ ഇന്ന് തണ്ട് മാത്രമാണ് തോരൻ വെക്കുന്നുള്ളൂ. അത് ഞാൻ ഈ തണ്ടൊക്കെ ഞാൻ മുറിച്ച് കളയാണ്. ഞാൻ ഇതേപോലെയുള്ളൊരു തണ്ടാണ് എടുക്കുന്നത്. ഇത് അധികം മൂത്തിട്ടില്ല, നല്ല വണ്ണമൊക്കെ ഉണ്ട്. പക്ഷേ അധികം മൂക്കാത്ത തണ്ടാണ് ഈ തോരൻ വെക്കാൻ നല്ലത്. ഞാൻ ഈ തണ്ടാണ് എടുത്തിട്ടുള്ളത്. ചേനത്തണ്ടും ചെറുപയറും തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചേനത്തണ്ടും ചെറുപയറും തയ്യാറാക്കാനായിട്ടുള്ള ചെറുപയർ ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വെച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ചേനത്തണ്ട് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതേപോലെയുള്ള പീസുകളാക്കിയിട്ട് നമുക്ക് ചേമ്പിൻ്റെ താളൊക്കെ തൊലി കളയുന്ന പോലെ ഇതേപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാം. ഇതേപോലെ എല്ലാ തണ്ടുകളും ഞാൻ തൊലി കളഞ്ഞെടുക്കട്ടെ. ഇനി നമുക്ക് ചേനത്തണ്ട് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇതേപോലെയുള്ള പീസുകളാക്കിയിട്ട് നമുക്ക് ചേമ്പിൻ്റെ താളൊക്കെ തൊലി കളയുന്ന പോലെ ഇതേപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാം. ഇതേപോലെ എല്ലാ തണ്ടുകളും ഞാൻ തൊലി കളഞ്ഞെടുക്കട്ടെ. ഇതേപോലെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് ഇത് അരിഞ്ഞെടുക്കണം. ഇതേപോലെ നെടുക ഒന്ന് മുറിക്കുക. പിന്നെ കുറുകെ ഒന്നതുപോലെ മുറിച്ചിട്ട് നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാതും അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഞാൻ ചേനത്തണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേനത്തണ്ട് അരിയുന്നതിന് മുന്നേ, തൊലി കളയുന്നതിന് മുന്നേ ഞാൻ തണ്ട് നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. നമുക്ക് ഇതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ല, ഇത്രയും ചേനത്തണ്ട് അരിഞ്ഞത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് നാളികേരം ചെറിയതെടുത്തിട്ടുണ്ട്, 4 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 3 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചേനത്തണ്ടിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പയറിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്ത് കൊണ്ടുവരാം. ചതച്ചെടുത്താൽ മതി. ഞാൻ ഇതേപോലെ ഒന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നാളികേരം കണ്ട ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുള്ളൂ. നമ്മുടെ പയറ് വെന്ത് വന്നിട്ടുണ്ട് കണ്ട.
ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഈ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ചെറിയ സ്പൂൺ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി എടുത്തിട്ടുള്ള അരിയാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അരിയും കടുകും പൊട്ടി വന്നപ്പോൾ ഇതിലേക്കൊരു ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഉണക്കമുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ചതച്ച് കൊണ്ടുവന്നിട്ടുള്ള നാളികേരക്കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചേനത്തണ്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഒന്ന് ചൂടായി വരട്ടെ. ഈ നാളികേരം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചേനത്തണ്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വാടി വരട്ടെ. അടച്ചു വെച്ച് നമുക്കൊന്ന് ചേനത്തണ്ടൊന്ന് വേവട്ടെ. ഉണ്ടോ, നമ്മുടെ ചേനത്തണ്ടൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇത് ചേനത്തണ്ടും ചെറുപയറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഇതിൽ ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇത്രയും ഉപ്പിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്നൊരു ആവി കയറ്റി കൊടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉണ്ട്, നമ്മുടെ ചേനത്തണ്ടും ചെറുപയറും നന്നായി വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ തോരൻ ഈ ബൗളിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ ചേനത്തണ്ട് ചെറുപയർ തോരൻ ഇവിടെ റെഡിയായി.
നല്ല ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ളൊരു തോരനാണ് ചെറുപയർ ചേനത്തണ്ട് തോരൻ. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും, ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുള്ളവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഓൾ എന്നുള്ളൊരു ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.